ലോസ് ആഞ്ചലസിനടുത്ത് സിമി വാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കോർണർ സ്റ്റോൺ ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന ചൈനീസ് വംശജനായ ഒരു ദൈവദാസനുണ്ട്, പാസ്റ്റർ ഫ്രാൻസിസ് കാൻ. അദ്ദേഹം ദീർഘമായ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചതായ ഒരു ഇലസ്ട്രേഷൻ വാസ്തവത്തിൽ നമ്മുടെ ഇപ്രാവശ്യ തീവുമായിട്ട് വളരെ ചേരുന്നതാണ്. അതിനേക്കാളും നല്ലൊരു ഇലസ്ട്രേഷന് ഞാൻ കണ്ടിട്ടില്ല. അതായത് അദ്ദേഹം സ്റ്റേജിലേക്ക് ഒരു വലിയ ചരട് കൊണ്ടുവരുവാനായിട്ടിടയായി. ഈ ചരടിന്റെ അറ്റം ഇതിലൂടെ താഴോട്ടിറങ്ങി കാർപ്പറ്റിന്റെ അടിയിൽ കൂടെ വെളിയിലിറങ്ങി ആലപ്പുഴ ചെന്ന് കടലിലെല്ലാം കടന്ന് ഭൂമി കഴിഞ്ഞ് ചന്ദ്രൻ കഴിഞ്ഞ് നമ്മുടെ സൗരയൂഥം കഴിഞ്ഞ് ഇതുവരെയും അന്തം കാണാത്ത പ്രപഞ്ചത്തിന്റെ ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ ഇതിൻ്റെ അറ്റങ്ങ് പോകുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സമയരേഖയാണ്, ടൈം ലൈനാണ്. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഭൂമിയിലുള്ളതായ ജീവിതത്തിന്റെ കാലം. അത് കഴിഞ്ഞിട്ടുള്ളതായ നമ്മുടെ ജീവിതം ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ളതായ ഈ കാലത്തെക്കുറിച്ചാണ് നമ്മളെപ്പോൾ ചിന്തിക്കുന്നതും ഭാരപ്പെടുന്നതുമെല്ലാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങേയറ്റത്ത് വരുമ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിരിക്കുന്നത്? വാർദ്ധക്യമാകുമ്പോൾ, ഞാൻ മരണാസന്നനാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം വരുമ്പോൾ എനിക്കെന്തോ വേണം? എനിക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടായിരിക്കണം, സംരക്ഷിക്കാൻ ആൾ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഭക്ഷിക്കാൻ കഴിയുമോ, ഓർമ്മ കാണുമോ, ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെ ഒത്തിരി കൺസേൺസ് എല്ലാ മനുഷ്യനും ഉണ്ട്. അത് ഈ ഭൂമിയുടെ അവസാനം എന്തായി തീരും, ഇവിടെയുള്ളതായ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഭാരപ്പെടുന്നത് ഇവിടെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, നിരവധി വിഷയങ്ങളാണ്. ശാരീരികമായ രോഗങ്ങൾ, വൈകല്യങ്ങൾ, അതുപോലെയുള്ളതായ ഡിഫോമിറ്റീസ്, അല്ലെങ്കിൽ നിറഞ്ഞു കുറഞ്ഞുപോയി, നിറം കൂടിപ്പോയി, പൊക്കം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ പൊക്കം കൂടിപ്പോയി, വണ്ണം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ വണ്ണം കൂടിപ്പോയി. നിരവധി വിഷയങ്ങളാണ് ഓരോരുത്തരെയും ഇങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയപ്പോൾ അവർ കണ്ടിട്ടും മിണ്ടാതെ പോയി, അല്ലെങ്കിൽ ഒത്തിരി ഭാരങ്ങൾ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. കല്യാണം കഴിക്കുന്നതുവരെ കല്യാണം കഴിച്ചില്ല എന്നുള്ളതായ ഭാരമാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ പല പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻലോസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമ്മായിയപ്പൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നാത്തൂൻ പ്രശ്നങ്ങൾ, പലവിധമാകുന്ന പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ അത് പ്രശ്നം. കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അത് ആൺകുഞ്ഞായിപ്പോയി, അല്ലെങ്കിൽ പെൺകുഞ്ഞായിപ്പോയി, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഒന്നേ ഉണ്ടായുള്ളൂ, ഒന്നുകൂടെ കിട്ടാത്തതിന് ഭാരം. രണ്ടെണ്ണം കിട്ടുമ്പോഴത്തേക്ക് രണ്ടും പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ രണ്ടും ആണായിപ്പോയി. അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ. ഒരാണോ ഒരു പെണ്ണുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിന് കളർ പോരാ, അതുപോലെ ഇതുപോരാ, അങ്ങനെയുള്ളതായ സങ്കടങ്ങൾ. പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും ഉദ്ദേശിച്ചതുപോലുള്ളതായ കാര്യങ്ങൾ വളരുന്നില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നു, എല്ലാം പ്രശ്നമാണ്. അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കുന്നില്ല, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ഒത്തിരി വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ 24 മണിക്കൂറും ഭാരപ്പെടുന്നത് ഈ ചെറിയൊരു കാലയളവിന് വേണ്ടിയാണ്. എന്നാൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത ആ ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ ഈ അല്പസമയത്തെ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. പൗലോസിന്റെ ഹൃദയത്തിലെ ആ വലിയ പ്രത്യാശ താൻ പറയുകയാണ്, ഇവിടെയുള്ളതായ കഷ്ടങ്ങൾ അല്പസമയത്തേക്കേ ഉള്ളൂ, എന്നാൽ അതൊരിക്കലും അവസാനിക്കാത്ത നിത്യമായ തേജസ്സാണ് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും അത് അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ്. ഓർത്തുകൊണ്ട് നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്തി, അതായത് നിത്യതയുടെ വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് നമുക്കിടയായാൽ അതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുമില്ല. അന്നേരമാണ് നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളും ഭാരങ്ങളും എല്ലാം അകന്നു മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്.